ഓരോ വസ്ത്രങ്ങൾക്കും ഒരു കഥയുണ്ട്. ആഘോഷത്തോളം വളർന്ന സ്വപ്നങ്ങളുടെ കഥ. ബ്യൂട്ടി സിൽക്സ്. വാക്കുകൾ നിശബ്ദമാകുമ്പോൾ വസ്ത്രങ്ങൾ സംസാരിക്കട്ടെ. തെക്കുംകര പുന്നംപറമ്പ് ജംഗ്ഷനിൽ റോഡ് നിർമ്മാണത്തിലെ അപാകതയെ തുടർന്ന് അപകടങ്ങൾ തുടരുന്നു. വൈകിട്ട് ടിപ്പറിൽ കൊണ്ടുപോവുകയായിരുന്ന മിനി JCB നിയന്ത്രണം വിട്ട് സഹകരണ ബാങ്ക് കെട്ടിടത്തിന് മുകളിലേക്ക് മറിഞ്ഞു വീണു. പുന്നംപറമ്പ് ജംഗ്ഷനിലെ റോഡുകളുടെ അശാസ്ത്രീയ നിർമ്മാണമാണ് തുടർച്ചയായി ഉണ്ടാകുന്ന അപകടങ്ങൾക്ക് കാരണമെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു. പീച്ചി വാഴാനി കോറിഡോർ റോഡിന്റെയും പുന്നംപറമ്പ് പുല്ലാനിക്കാട് റോഡിന്റെയും നിർമ്മാണത്തിലെ അപാകതയാണ് പുന്നംപറമ്പ് ജംഗ്ഷനെ അപകടക്കെണിയാക്കുന്നത്. വെള്ളിയാഴ്ച വൈകിട്ട് 4 മണിയോടെയാണ് പ്രദേശത്തെ ഭീതിയിലാഴ്ത്തിയ അപകടമുണ്ടായത്. ടിപ്പറിൽ കയറ്റി കൊണ്ടുപോവുകയായിരുന്ന ചെറിയ JCB നിയന്ത്രണം വിട്ട് റോഡരികിലെ അമ്പലപ്പാട്ട് സർവീസ് സഹകരണ ബാങ്ക് ബ്രാഞ്ച് ഓഫീസിന് മുകളിലേക്ക് മറിഞ്ഞു വീഴുകയായിരുന്നു. അപകടത്തിൽ ബാങ്കിന്റെ മുൻഭാഗത്തെ ഗ്ലാസുകൾ ഉൾപ്പെടെ തകർന്നു. അപകട സമയത്ത് പരിസരത്ത് ആളുകൾ ഇല്ലാതിരുന്നതിനാൽ വൻ ദുരന്തം ഒഴിവായി. റോഡ് നിർമ്മാണത്തിലെ അപാകതകൾ പരിഹരിക്കാത്തതാണ് ഈ ജംഗ്ഷനിലെ അപകടങ്ങൾ ആവർത്തിക്കാൻ കാരണമെന്ന് ബാങ്ക് അധികൃതർ പറഞ്ഞു. പ്രശ്നത്തിൽ ബന്ധപ്പെട്ടവർ അടിയന്തരമായി ഇടപെടണമെന്നും അപകടക്കണി ഒഴിവാക്കണമെന്നും സ്ഥലത്തുണ്ടായിരുന്ന ബാങ്ക് വൈസ് പ്രസിഡന്റ് K ചന്ദ്രശേഖരൻ, ഡയറക്ടർമാരായ കുട്ടൻ മച്ചാട്, വർഗീസ് വാഗയിൽ എന്നിവർ ആവശ്യപ്പെട്ടു. പുന്നംപറമ്പ് മംഗലം റോഡും പുല്ലാനിക്കാട് റോഡും വാഴാനി പീച്ചി റോഡിൻ്റെയും നവീകരണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചപ്പോൾ പുന്നംപറമ്പ് ഈ SBI ബാങ്കും അതുപോലെ തന്നെ അമ്പലപ്പാട് സർവീസ് സഹകരണ ബാങ്ക് ഉൾപ്പെടെയുള്ള ഈ പ്രധാന ജംഗ്ഷനിൽ നിരന്തരം അപകടങ്ങൾ ഉണ്ടാവുകയാണ്. അപകടങ്ങൾക്ക് പ്രധാന കാരണം ഈ റോഡ് പണിയിലെ അശാസ്ത്രീയമായിട്ടുള്ള നിർമ്മാണം തന്നെയാണ്. നിരന്തരമായ ഓട്ടോകളായാലും 2 വീലറായാലും കാറായാലും ഈ പ്രദേശത്തെത്തുമ്പോൾ തെന്നിമറയുന്ന സാഹചര്യം നിരന്തരം ഉണ്ടാവുകയാണ്. അപ്പോൾ ഈ 4 മണി സമയത്ത് സ്കൂൾ വിട്ട ഈ സമയത്താണ് ഈ ടിപ്പർ ലോറിയിൽ നിന്ന് ഈ ചെറിയ JCB മറിഞ്ഞ് ബാങ്കിൻ്റെ കെട്ടിടത്തിലേക്ക് വീഴാനുണ്ടായ സാഹചര്യം. ഉടനടി അധികൃതർ ഇതിന് വേണ്ട നടപടി കൈക്കൊണ്ടുകൊണ്ട് വരും നാളുകളിലെ അപകടങ്ങൾ ഒഴിവാക്കാനായിട്ടുള്ള ശ്രമം ഉണ്ടാകണമെന്നാണ് ഈ അവസരത്തിൽ നമുക്ക് പറയാനുള്ളത്. തീർച്ചയായും അല്ലാത്ത പക്ഷം ഇതിനെതിരെ ശക്തമായ പ്രക്ഷോഭങ്ങളുമായി പൊതുജനങ്ങൾ അണിനിരത്തിക്കൊണ്ട് രംഗത്ത് വരേണ്ടതായിട്ടുണ്ട് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു.